നിത്യവും കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽക്കിരാമന്റെ ത്രയോദശ സിദ്ധാന്തത്തിലെ 12ാമത്തെ സിദ്ധാന്തം പഠിക്കാൻ പോവുകയാണ്. ഈ സിദ്ധാന്തത്തിന്റെ പേര് അവതാര സിദ്ധാന്തം എന്നാണ്. ആ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ഓരോ യുഗത്തിന്റെയും അവസാനം ആസുരിക ശക്തികൾ പ്രബലമാകുന്നു. പ്രകൃതിധർമ്മത്തിന് അഥവാ ഈശ്വരധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു. അപ്പോൾ ജഗത്പിത നാരായണൻ സ്വയം അവതാരം എടുക്കുകയും ദുഷ്ടരായ അസുരന്മാരെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തുകയും ചെയ്യുന്നു. ഇത് കലിയുഗമാണ്. ഭഗവാൻ നാരായണൻ കൽക്കിയായി അവതരിച്ചു കഴിഞ്ഞു. ഓരോ മനുഷ്യനും ഓരോ കൽക്കിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം സർവനാശത്തിന്റെ സന്തതികളാണ്. നമ്മൾ കലിയുഗത്തിന്റെ അവസാന പാദത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അനിയന്ത്രിതമായ മഹാമാരികള്, മഹാപ്രളയങ്ങള്, മഹായുദ്ധങ്ങള് എല്ലാം നമ്മെ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം അതിജീവിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് 2004 ഡിസംബർ മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന സുനാമിയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമാണ്. ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്ന കർമ്മത്തിന് ഭഗവാൻ നാരായണൻ കൊടുക്കുന്ന തിരിച്ചടികളാണ്. തന്നെയുമല്ല, ഇത് കലിയുഗം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ധാരാളം നിയന്ത്രിക്കാൻ പറ്റാത്ത മഹാരോഗങ്ങള്, പിന്നെ പ്രകൃതി ദുരന്തങ്ങള്, മഹായുദ്ധങ്ങള്, അതായത് 3-ാം ലോക മഹായുദ്ധം, ഇവയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കാൻ നമുക്ക് നാരായണ മന്ത്രം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ നമ്മളെ സ്നേഹിക്കും. സിദ്ധാന്തത്തെ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി പഠിക്കാം. പ്രപഞ്ചനാഥനായ നാരായണനാണ് ഓരോ യുഗത്തിന്റെ അവസാനം അവതാരം എടുക്കുന്നത്. ഓരോ അവതാരത്തിന്റെ ലക്ഷ്യം ഭക്തന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയാണ്. ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ 3 വിധമാണ്: അംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം. ശ്രീകൃഷ്ണന്, ശ്രീരാമന്, ശ്രീ കൽക്കി, ഇവരാണ് പൂർണ്ണ അവതാരങ്ങള്. ഈ അവതാരങ്ങൾ ഭൂമിയിൽ വന്നതിന് ശേഷം അസുരന്മാര് അഥവാ അധർമ്മികളുടെ എണ്ണം വർദ്ധിക്കുകയും അവരെ ഭഗവാൻ നിഗ്രഹിക്കുകയും പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തോടു കൂടി യുഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അവസാനത്തെ അവതാരമായ കൽക്കി രാമന്റെ ജനനത്തിന് ശേഷം 1962 ഓഗസ്റ്റ് 13 ഭഗവാന്റെ ഊർജം സകല മനുഷ്യരിലും പ്രവേശിച്ചത്. അതിനുശേഷം 1963 കൽക്കിരാമൻ ജനിക്കുന്നു. പിന്നീടാണ് ഈ ഭൂമിയിലെ ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക, രാഷ്ട്രീയ, മതം, വിദ്യാഭ്യാസം, കായികം, ആരോഗ്യം, മധുരസേവനം, ഈ രംഗത്തെല്ലാം ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു ട്രമൻഡസ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇത് അവസാനത്തെ കലിയുഗമാണ്. ഇതോടുകൂടി പ്രപഞ്ചത്തിന്റെ ഒരു ദിവസം അവസാനിക്കുകയാണ്, ഒരു പകൽ അവസാനിക്കുകയാണ്. ഇനിയും തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ രാത്രിയാണ്. അപ്പോഴേക്കും എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇവയെല്ലാം പുനർസൃഷ്ടിക്കും. ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഈ ഊർജ്ജമായി നിലനിൽക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ്. അതാണ് നമ്മൾ ഈ ഒരു അവതാര